ഗൈസ്, നിങ്ങളുടെ കയ്യിൽ ഇതേപോലെയുള്ള വൈറ്റ് പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ എടുത്തിട്ട് വായോ. അത് വെച്ചിട്ട് നമുക്കൊരു സംഭവം ഉണ്ടാക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് A4 ഷീറ്റ് ആയതുകൊണ്ട് തന്നെ ഞാനതൊന്ന് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ ചാനലിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഗീവ് അവേന്റെ കാര്യം എല്ലാവർക്കും അറിയുണ്ടാവും. എന്നാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുന്ന ആർക്കും നമ്മുടെ ഗീവ് അവേനെ പറ്റി വലിയ ധാരണ ഉണ്ടായിരിക്കില്ല. അങ്ങനെയുള്ളവർ ജസ്റ്റ് ലൈക്ക് ചെയ്ത് പോവാതെ സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചോളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര കമൻറ്റും കൂടി ഇട്ടോളൂ. കാരണം 9K വെച്ച് തന്നെ ഞാൻ ആ ഗിഫ്റ്റുകളൊക്കെ കൊടുക്കാനായിട്ട് പോകുന്നുണ്ട്. 9K അല്ലായിരുന്നു, 10K വെച്ച് കൊടുക്കാനായിരുന്നു ഉദ്ദേശം. പക്ഷേ 9K വെച്ച് ആ ഗിഫ്റ്റ് എന്തായാലും കൊടുക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഈ ഒരു ഗീവ് അവേ തുടങ്ങിയിട്ട് കുറച്ചധികം കാലം തന്നെ ആയി. ഇനിയിപ്പോൾ 10K എത്തുന്ന സമയത്ത് ചിലപ്പോൾ ഗിഫ്റ്റൊക്കെ ചീത്തയായി പോകാൻ ചാൻസ് ഉണ്ട്. അതിനു മുമ്പേ നമുക്ക് എന്തായാലും കൊടുത്തു തീർക്കാം. പിന്നെ ഈ ഒരു 9K എത്താൻ വളരെ കുറച്ച് സബ്സ്ക്രൈബേഴ്സും കൂടെ മതി. നിങ്ങൾ ആഞ്ഞു പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് 9K എത്തിക്കാനായിട്ട് പറ്റും. നമ്മുടെ വൈറ്റ് പേപ്പറിൽ നമുക്ക് കുറച്ച് കലാവിരുദ്ധകളൊക്കെ ആവാം. കുറേ അധികം സ്ട്രോബറി വരച്ചപ്പോഴത്തേക്കും ഉപ്പുമാടിയൊക്കെ തോന്നി തുടങ്ങി. അപ്പോൾ തന്നെ എൻ്റെ തലയിലൊരു ട്യൂബ് ലൈറ്റ് കത്തി തുടങ്ങി. ഇതേപോലെ ഒരു ഗ്ലിറ്റർ ഷീറ്റ് എടുക്കുക. എന്നിട്ട് നമ്മൾ അതിൽ സ്ട്രോബറിൻ്റെ ഷേപ്പിലൊന്ന് വെട്ടിക്കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ നീളമുള്ള ഒരു സംഭവത്തിൽ അതങ്ങ് ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ നേരെ കളറിൽ മുക്കുക. ഇതേപോലെ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. രസം അതൊന്നും അല്ല, നമ്മൾ സ്ട്രോബറി എന്ന് പറഞ്ഞ് വെട്ടിയെടുത്തത് പൈനാപ്പിളാണ്. അല്ല, ഇന്നെ പറഞ്ഞാൽ മതിയല്ലോ. സ്ട്രോബറി എന്ന് പറഞ്ഞിട്ട് പൈനാപ്പിളിൻ്റെ ഷേപ്പിൽ വെട്ടിയെടുത്ത് കളർ ചെയ്താൽ തേങ്ങയാവെന്ന് ചിന്തിച്ചാൽ എന്നെ മാത്രം പറഞ്ഞാൽ മതി. സാരല്ല, നമുക്ക് അടുത്ത തവണ ശരിയാക്കാം. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് മറക്കല്ലേ.